During all, we request our institutions to please take all the materials. Professional journals here at Faculty of Surgery, Dr. Dr. Subir Ahmed Katsani, Pathology Medicine, Dr. Papa Joseph Katsani, Orthopedics, John Katsani. എല്ലാവർക്കും നമസ്കാരം. വലിയൊരു അപകടത്തിൽ നിന്നാണ് കരകയറുന്നത് എന്ന് പറയുമ്പോൾ സത്യത്തിൽ എനിക്ക് വലിയ സന്തോഷം പറയാം. ഈ അപകടത്തിന് ഉണ്ടായ സാഹചര്യത്തിൽ ഞാൻ വീട്ടിൽ നിന്ന് പോയത് പോലും എനിക്ക് ഓർമ്മയില്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ വേദനകളൊന്നും ഞാൻ അനുഭവിച്ചിട്ടില്ല. ഓർമ്മ വന്നതിന് ശേഷമാണ് ഞാൻ സത്യത്തില് അവിടെ ഇരിക്കുമ്പോൾ വിശേഷ ഡോക്ടർ അവിടെ വന്നിരിക്കുകയും ചുറ്റും കുറെ സത്യത്തില് എന്റെ പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിന്റെ കഥയെന്ന് ചോദിച്ചപ്പോ അങ്ങനെയല്ല എന്നൊക്കെ പറയുകയും അപ്പൊ ഞാൻ ഈ ഭക്ഷണം കൂട്ടിക്കൊള്ളണമെന്നാണ് പറയുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ എനിക്ക് ഡൊണേറ്റ് ചെയ്യണമെന്ന് പറയുമ്പോ കുഴപ്പമില്ല. അങ്ങനെ ഞാൻ എന്ത് ചോദിച്ചാലും പിന്നെ ഒരു സാധനം കുത്തി വെച്ചിട്ടുള്ളത് പറയുമ്പോ ഇത് ഓക്സിജനാണെന്ന് ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് വിവരമില്ലേ? നമുക്ക് അന്തരീക്ഷത്തിൽ ഓക്സിജൻ കാർബൺ ഡൈ ഓക്സൈഡും നമ്മുടെ മൂക്കിൽ കൂടെ ശ്വസിക്കുന്നത് ഓക്സിജനാണ്. നമ്മളുടെ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു വരികയാണ്. അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ട് അറിയില്ലേ? ഞാൻ ചോദിക്കുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ ഇത് ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞപ്പോഴാണ് പറയുന്നത് ഹോസ്പിറ്റലൊക്കെ തന്നെ കുറെ കണ്ടിട്ട് ഞാൻ ആശുപത്രി ചെയ്യുന്നു ഞങ്ങളോ എന്നോട് പറയണോ എന്താ വ്യത്യാസം ആശുപത്രി ഞാൻ ചോദിച്ചോളൂ. ആശുപത്രിയിൽ പോയി ഇറങ്ങിയാൽ തന്നെ ഒരു എയർപോർട്ടിൽ പോയ അനുഭവമായിരിക്കുന്നു. സത്യത്തില് ഞാൻ അവിടെ വർക്ക് ചെയ്തിരുന്നത് കൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞതാണ്. പക്ഷെ പിന്നീട് ഓരോ ദിവസം ചെല്ലുന്നതോറും എൻ്റെ അടുത്ത് നേഴ്സസ് ഇടപെട്ടത് സത്യത്തില് വിട്ടുപിരിയാൻ പറ്റാത്ത രീതിയിലുള്ള അനുഭവമാണ്. അങ്ങനെ ഞാൻ ഡോക്ടറുടെ ഒരു സിസ്റ്റർ ഈ വീട്ടിൽ പോകുന്ന കണ്ടിട്ട് ഒന്ന് ദയവായിട്ട് നിർത്തണം ഈ പരിപാടികളെന്ന് ചോദിക്കുകയും ചെയ്തു. അത്രയ്ക്കും ഓരോരുത്തരും ചേർത്ത് പിടിച്ചു എന്നുള്ളത് തന്നെയാണ് എന്റെ ഈ വിജയം എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതുപോലെ ഈശ്വരൻ എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷേ വീട്ടിൽ ദൈവത്തോടൊപ്പം ചേർന്ന് നിന്ന് എന്റെ കൈവെള്ളയിലെടുത്ത് കാത്തതാവും. അതുകൊണ്ടായിരിക്കും അത്രയും വലിയ ഉയരത്തിൽ നിന്ന് വീണിട്ട് എനിക്ക് തലയ്ക്ക് ഈ ചെറിയ പരിക്കുകളൊക്കെ കൊണ്ട് ഞാൻ ചെറിയ പറ്റുന്നല്ല ഞാൻ പറയുന്നത്. ഇവിടെ വന്ന് കൃത്യമായ ഇടപെടലുണ്ടായി എന്നുള്ളതുണ്ടെങ്കിലും അങ്ങനെയെങ്കിലും ഞാൻ അല്ലെങ്കിൽ സാധാരണക്കാരാണെങ്കിലും പൊട്ടിത്തെറിച്ചുപോയെന്ന് ഞാൻ വിചാരിക്കുന്നത്. എന്നോട് ഡോക്ടർ പറഞ്ഞൊരു കാര്യമുണ്ട്, ചേച്ചിക്ക് തടിയുള്ളതുകൊണ്ട് നന്നായിരുന്നു. തടിയുള്ളതുകൊണ്ട് നന്നായി എന്ന് പറഞ്ഞ് ഞാൻ വിചാരിച്ചപ്പോൾ വിശേഷം എന്നോട് പറയാം, ചേച്ചി അറിയാമോ ഇവിടെ 4 പേരൊക്കെ ചേർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടോട്ട് ഇനിയൊരു വർഷം കൊണ്ടെങ്കിലും ഒരു തീരുമാനം എടുത്തു. ഞാനത് തമാശയ്ക്ക് പറയുന്നു, ചെറിയ കാര്യത്തിനല്ല ഞാൻ എന്നെനിക്കറിയാം. പക്ഷേ നമ്മളെല്ലാവരും ഒരുപാട് ഇത് സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമല്ല. ഇത് ഞാൻ അതിജീവിച്ചു കഴിഞ്ഞു. ഇതിന്റെ മുഴുവൻ ക്രെഡിറ്റ്സ് എന്റെ വലുതും ഒരു അതുപോലെ തന്നെ എന്നെ ചേർത്ത് പിടിച്ച എന്റെ ഡോക്ടേഴ്സിനെയും ഒക്കെ വിജയമാണ്. അതുപോലെ ഡോക്ടേഴ്സോട് കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് എന്നെ പരിപാലിച്ചിരുന്ന നഴ്സസ്, അതുപോലെ തന്നെ ഫിസിയോതെറാപ്പി, അതുപോലെ തന്നെ അല്ലാതെ സപ്പോർട്ടിംഗ് സ്റ്റാഫ്, ഇനി വീട്ടുവേണ്ട ഭക്ഷണം കൊണ്ടുതരുന്നത് കൃത്യമായി തരുന്നതോടൊപ്പം
ഹോസ്പിറ്റലിൽ നിന്ന് മാറ്റണം എന്ന് ആലോചിച്ചിരുന്നു എന്ന് ഞാൻ പിന്നീട് അറിഞ്ഞു. പക്ഷേ ഞാൻ ആദ്യം കണ്ടു തുടങ്ങിയപ്പോൾ ആശ്വസിച്ചത് എന്നെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന കൃഷ്ണദാസയെയും കൃഷ്ണനുണ്ണിയെയും അടുത്താണ് ഞാൻ വന്നിരിക്കുന്നത്. എനിക്ക് ജീവൻ ഉണ്ടെങ്കിൽ അത് തിരിച്ചു കൊണ്ടുവരാൻ അവര് കൂടെ ഉണ്ടാവും എന്ന് മുന്നിലുള്ള ഇനി ഇതുപോലെ സംസാരിക്കാനുള്ള അവസരവും അതുപോലെ തന്നെ നിങ്ങളെല്ലാം കാണാനുള്ള അവസരങ്ങളും ഈശ്വരൻ അനുഗ്രഹിച്ചു തരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട്, അതുപോലെ തന്നെ എന്റെ കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും വിഷ്ണുവിനെയും വിവേകിനെയും ചേർത്ത് പിടിച്ച് സമാധാനിപ്പിച്ചവർ, അതുപോലെ വീട്ടിലെ അനിയൻ അന്നത്തെ ദിവസം ഇവിടെ എത്തിയതാണ്, ഇന്നും എന്നോടൊപ്പം നിൽക്കുകയാണ്. ആ രണ്ട് കുടുംബങ്ങളും എന്റെ കുടുംബവും അതുപോലെ വീട്ടിലെ കുടുംബവും ചേർത്ത് നിർത്തി ഞങ്ങളുടെ കുടുംബത്തെ സഹായിച്ചു എന്നുള്ളത് വലിയ ആശ്വാസം. അതുപോലെ എന്റെ പാർട്ടി എന്നെ ചേർത്ത് പിടിച്ചു, ഓരോരുത്തരും എന്നെ വിളിച്ച് സമാധാനിപ്പിച്ചു. തിരിച്ചു വരാനാകും, ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞുള്ള എഴുതി തന്നു എന്നുള്ളതൊക്കെ തന്നെ എന്റെ വീട്ടിയുടെ ഭാര്യയായതുകൊണ്ട് വീട്ടിലുള്ള എനിക്കുണ്ട് എന്ന് തന്നെ കരുതാം. എനിക്ക് ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു തിരികെ വരാൻ പറ്റുമെന്ന്. പുറത്തേക്ക് വരണം എന്നുള്ള ഒരു വിശ്വാസം, ഒരു ആഗ്രഹവും അത് തന്നെയായിരിക്കും ഇത്രയും സ്പീഡിൽ വിശ്വസിക്കാണ് ശ്രമിച്ചവർക്ക് ഏവർക്കും നന്ദി. അതുപോലെ ഓരോരുത്തരും മീഡിയ സുഹൃത്തുക്കള് ഇത് ദയവായിട്ട് നിർത്താനായിട്ട്, ഇത് ഇത്ര വലിയൊരു അപകടം ഇതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടിരിക്കുകയാണെന്നുള്ളത് അറിയിക്കുമ്പോൾ നിങ്ങളോട് ഓരോരുത്തരോടും പേരെടുത്ത് പറയുകയാണ്. ഓരോരുത്തർക്കും നന്ദി, ഒരുപാട് സന്തോഷം. Thank you, Minister. Thank you so much. Thank you, Madam.